വേഷപ്പകർച്ചകൾ കൊണ്ടും വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾ കൊണ്ടും പലതവണ നമ്മളെ അമ്പരപ്പിച്ച മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ദിലീപ് നായകനായ പുത്തൻ ചിത്രം തങ്കമണി തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു. തങ്കമണി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ചരിത്രം അറിയാവുന്നവരുടെ മനസ്സിൽ ഒരു വിങ്ങലായിരിക്കും. അധികാരത്തിന്റെയും പോലീസ് രാജിന്റെയും ഏറ്റവും പൈശാചികവും അതിക്രൂരവുമായ നരനായാട്ടിന് സാക്ഷ്യം വഹിച്ച ഇടുക്കിയിലെ ഒരു കൊച്ചു ഗ്രാമം, അതാണ് തങ്കമണി. തങ്കമണി ഗ്രാമത്തിൽ 80കളുടെ ഒരു രാത്രി നടന്ന ഭീകര സംഭവത്തിൽ അന്നത്തെ കരുണാകരൻ സർക്കാർ പോലും വിറച്ച് താഴെ വീണതാണ്. കേരളം മൊത്തം കേട്ടും വായിച്ചും കണ്ടും പേടിച്ച ആ തങ്കമണി സംഭവത്തിന്റെ ചരിത്രാവിഷ്കാരം, അതാണ് രതീഷ് രഘുനന്ദൻ സംവിധാനം നിർവഹിച്ച തങ്കമണി. 1986 ഒക്ടോബർ 21 ഇടുക്കിയിലെ കട്ടപ്പന തങ്കമണി റൂട്ടിൽ ബസ് സർവീസ് നടത്തിയിരുന്ന ബസ്സിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ റൂട്ടിനെ ചൊല്ലി ഒരു തർക്കം നടക്കുന്നു. കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് സർവീസ് നടത്തുന്ന മിക്ക ബസ്സുകളും പാറമട എന്ന സ്ഥലം കഴിയുമ്പോൾ ആളുകളെ ഇറക്കിവിടും. എന്നാൽ തങ്കമണി വരെയുള്ള പണം വാങ്ങുകയും ചെയ്യും. ഇതൊരാൾ ചോദ്യം ചെയ്തു. ഇത് പിന്നീട് വലിയ തർക്കത്തിന് കാരണമായി. ചോദ്യം ചെയ്ത ആൾക്ക് ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റതോടെ പ്രതിഷേധവുമായി നാട്ടുകാരുമെത്തി. പിറ്റേന്ന് ബസ് നാട്ടുകാർ പിടിച്ചെടുക്കുകയും വലിയ രീതിയിലുള്ള സംഘർഷം അവിടെ തുടങ്ങുകയും ചെയ്തു. തങ്കമണിയിലേക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബസ് സർവീസ് നടത്തുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പോലീസ് സംഘം തങ്കമണിയിൽ എത്തുകയും വലിയ രീതിയിലുള്ള കലാപങ്ങൾ തുടങ്ങുകയും പോലീസ് വെടിവെപ്പും ഒരു രാത്രി മുഴുവൻ നീണ്ട നരനായാട്ടും അവിടെ തുടങ്ങി. അത് കേരളത്തിലെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ വരെ പിടിച്ചു കുലുക്കിയതാണ്. ഈ യഥാർത്ഥ സംഭവത്തെ പ്രണയവും പ്രതികാരവും ആക്ഷനും ത്രില്ലറും എല്ലാം ചേർത്ത് ഒരു പക്ക എന്റർടൈനറാക്കി രതീഷ് രഘുനന്ദൻ എന്ന സംവിധായകൻ ഒരുക്കിയ സിനിമയാണ് തങ്കമണി. ആബേൽ ജോഷുവ മാത്രം എന്ന കഥാപാത്രമായിട്ടാണ് ദിലീപ് എത്തുന്നത്. 80കളിലെ ലുക്കും 2007-2008 കാലഘട്ടത്തിലെ ലുക്കിലുമാണ് ദിലീപ് എത്തുന്നത്. മാത്രമല്ല യഥാർത്ഥ സംഭവങ്ങൾക്കൊപ്പം ഒരു പക്ക മാസ് ആക്ഷൻ നിറഞ്ഞ ഒരു കിടിലൻ സിനിമാറ്റിക് വശവും ദിലീപിന്റെ കഥാപാത്രത്തിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ചില ചെറിയ കോമഡി രംഗങ്ങളും ചില പ്രണയ രംഗങ്ങളും ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിലെ ചില സ്ഥലങ്ങളിലെ ലാഗിങ്ങും ഒഴിവാക്കിയാൽ ചിത്രം ശരിക്കും പഴയകാല സംഭവങ്ങളുടെ ആവിഷ്കാരത്തോടും ചിത്രത്തിന്റെ ആകെ മൊത്തത്തിലുള്ള കഥപറച്ചിലിനോടും നീതി പുലർത്തുന്നുണ്ട്. മാത്രമല്ല ഒരു എബോവ് ആവറേജ് എക്സ്പീരിയൻസ് നൽകാൻ തങ്കമണി എന്ന സിനിമയ്ക്ക് ആകുന്നുമുണ്ട്. ദിലീപേട്ടനൊപ്പം സിനിമയിൽ നിരവധി താരങ്ങളാണ് വേഷമിട്ടിരിക്കുന്നത്. അർപ്പിത IPS എന്ന പോലീസ് ഉദ്യോഗസ്ഥയായി പ്രണിത സുഭാഷ് ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രണതയുടെ കഥാപാത്രത്തിന്റെ ഡബ്ബിംഗ് മാത്രം ഒരല്പം ചേർച്ചയില്ലായ്മയുണ്ടെന്ന് ഉള്ളതൊഴിച്ചാൽ പെർഫോമൻസ് ലെവലെല്ലാം ഓക്കെ ആയിരുന്നു. അനിത എന്ന കഥാപാത്രമായി നിതാ പിള്ളയും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ജോൺ വിജയ് തന്റെ സ്ഥിരം ശൈലി കീപ്പ് ചെയ്തു. വെറുപ്പ് തോന്നുന്ന ഒരു പോലീസ് കഥാപാത്രത്തിനെ അടിപൊളിയായിട്ടാണ് ജോൺ പെർഫോമൻസ് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ മനോജ് KJന് കുറെ നാളുകൾക്ക് ശേഷം ലഭിച്ച ഒരു കിടിലൻ വില്ലൻ കഥാപാത്രം, അതും അദ്ദേഹം ഗംഭീരമാക്കി. അദ്ദേഹത്തിന്റെ സ്ക്രീൻ സ്പേസ് കുറച്ചുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്നുകൂടി ആഗ്രഹിച്ചിരുന്നു. അതേപോലെ തന്നെ സമ്പത്ത് റാം, കോട്ടയം രമേശ്, ജെയിംസ് ഏലിയ, സുദേവ് നായർ, അസീസ് നെടുമങ്ങാട്, സിദ്ദിഖ്, അജ്മൽ അമീർ, മാളവിക മോഹൻ എന്നിങ്ങനെ നിരവധി സീനിയർ താരങ്ങളും പുതുമുഖങ്ങളും ഒക്കെയുണ്ട് സിനിമയിൽ. എല്ലാവരും തന്നെ തങ്ങളുടെ കഥാപാത്രങ്ങൾക്ക് മികച്ച രീതിയിൽ പെർഫോമൻസ് നൽകാൻ ശ്രമിച്ചിട്ടുമുണ്ട്. മനോജ് പിള്ളയാണ് ചിത്രത്തിന് ഛായാഗ്രഹണം ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ വില്യം ഫ്രാൻസിസിന്റെ സംഗീതവും ചിത്രത്തിന് ഊർജ്ജമേകുന്നുണ്ട്. ഗാനങ്ങളിൽ പെണ്ണിന്റെ പേരല്ല തങ്കമണി എന്ന ഗാനത്തിനാണ് മുൻതൂക്കം. സംഗീതമായും പശ്ചാത്തല സംഗീതമായും പലയിടങ്ങളിൽ ഈ ഗാനം കടന്നു വരുന്നുമുണ്ട്. തങ്കമണിയിൽ നടന്ന സംഭവങ്ങളുടെ തുടർച്ചയും ചിത്രത്തിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നുണ്ട്. ഒരു സർക്കാരിനെ തന്നെ വീഴ്ത്താൻ ഇടയാക്കിയതെന്ന് ഒരു വശം, അതിലപ്പുറം ആ ഒരു ഭീകര സംഭവത്തിന് ശേഷം തങ്കമണി എന്ന നാട്ടിൽ നിന്നും പെണ്ണ് കെട്ടാൻ പോലും മറ്റു നാട്ടുകാർ മടിച്ച ഒരു കാലമുണ്ടായിരുന്നു. ആ സംഭവങ്ങൾക്ക് ശേഷം തങ്കമണിയിലെ നാട്ടുകാരെ എങ്ങനെ മറ്റു നാട്ടുകാർ നോക്കിക്കണ്ടുവെന്നും അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിന്നും തങ്കമണി എന്ന ഇടുക്കിയിലെ മലയോര ഗ്രാമം എങ്ങനെ പുറത്തു കിടന്നുവെന്നും ഒക്കെ ചിത്രം തുറന്നു കാട്ടുന്നുണ്ട്. ഉറപ്പായും ചരിത്രപരമായിട്ടുള്ള ഒരു കഥ പറഞ്ഞു പോകുന്നതിനൊപ്പം ഒരു മികച്ച എന്റർടൈനറും തങ്കമണി എന്ന സിനിമ നമുക്ക് സമ്മാനിക്കുന്നു. ഒരു തിയേറ്റർ കാഴ്ച അർഹിക്കുന്ന ചിത്രം കൂടിയാണ് തങ്കമണി. തൊട്ടടുത്ത തിയേറ്ററുകളിൽ കണ്ടാസ്വദിക്കുക. കൂടുതൽ സിനിമ റിവ്യൂസിനും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.